കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിലേക്ക് യൂത്ത് കോൺഗ്രസിനെ ക്ഷണിച്ച ഡിവൈഎഫ്ഐ. ചങ്ങലയിൽ 20 ലക്ഷം യുവാക്കൾ കണ്ണികളാകുമെന്ന് വി.കെ. സനോജ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എ റഹീം എം.പി ആദ്യ കണ്ണിയും രാജ്ഭവന് മുന്നിൽ ഇ.പി. ജയരാജൻ അവസാന കണ്ണിയുമാകും. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി 20 നടക്കുന്ന മനുഷ്യച്ചങ്ങലയിലേക്കാണ് യൂത്ത് കോൺഗ്രസിനുള്ള ഡിവൈഎഫ്ഐയുടെ ക്ഷണം. വർഗീയവാദികളല്ലാത്ത കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ചങ്ങലയിൽ അണിചേരണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. വർഗീയ മതസ്വത്വവാദ രാഷ്ട്രീയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒഴികെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ സംഘടനകളുടെയും പങ്കാളിത്തം ഇതിനകത്തുണ്ടാവണം. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ എല്ലാം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനെയുള്ള സമരമൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസിലെ അണികൾക്ക് നല്ല രാഷ്ട്രീയ മുദ്രാവാക്യമുള്ള സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടാവും, ധാരാളം ആളുകളുണ്ടാവും. അപ്പോൾ യൂത്ത് കോൺഗ്രസിലെ നല്ലവരായ അണികളുണ്ട്. കാരണം വ്യാജ ഈ കേസിൽ നിന്ന് പെടാത്ത യൂത്ത് കോൺഗ്രസിനെ പഴയ കാഴ്ചപ്പാടോട് കാണുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പങ്കെടുക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് ആ അവസരം അവർ വിനിയോഗിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 20 വൈകുന്നേരം 4 മണിക്ക് ചങ്ങലയുടെ ആദ്യ ട്രയൽ നടക്കും. 5 മണിക്ക് ചങ്ങലയായി പ്രതിജ്ഞ ചൊല്ലും. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം.പി ആദ്യ കണ്ണിയാകും. രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രഥമ പ്രസിഡന്റ് ഇ.പി. ജയരാജനാണ് അവസാന കണ്ണിയാവുക. 20 ലക്ഷം യുവാക്കൾ ചങ്ങലയിൽ അണിചേരും. മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും വിവിധ സംഘടനകളും മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകും. സംസ്ഥാനത്തിന്റെ പൊതുവാവശ്യമുയർത്തി ഡിവൈഎഫ്ഐ നടത്തുന്ന സമരത്തെ മാധ്യമങ്ങൾ തിരസ്കരിക്കുകയാണ്. മറ്റു പല കാര്യങ്ങളിലുമാണ് മാധ്യമങ്ങൾക്ക് താൽപ്പര്യമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. കൈരളി TV ആസ്ഥാനമായ കൈരളി ടവറിലെത്തിയ ഡിവൈഎഫ്ഐ നേതാക്കൾ ജീവനക്കാരെ മനുഷ്യച്ചങ്ങലയിലേക്ക് ക്ഷണിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ ചേർന്ന് ഡിവൈഎഫ്ഐ നേതാക്കളെ സ്വാഗതം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.